മോൾക്കൊരു പ്രോഗ്രാമുണ്ട്. അങ്ങനെ ഞാനും മോളും കൂടെ രാവിലെ മേക്കപ്പ് ഇടാൻ വേണ്ടി അവരുടെ ഡാൻസ് ടീച്ചറെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. 6:45 ആകുമ്പോൾ വീടെത്താനാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ ഒരു 6:00 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ തണുപ്പുള്ളത് കൊണ്ട് അവൾക്ക് ഇച്ചിരി ജലദോഷമൊക്കെ ഉള്ളത് കൊണ്ട് ചെവിയിൽ ഇത് വെച്ചിട്ടാണ് പോണത്. അല്ലേ കാറ്റടിച്ചിട്ട് കൂടണ്ടാന്ന് കരുതി. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കുന്ന് വെറ്റിലയും പാക്കൊക്കെ വാങ്ങിച്ചു ടീച്ചർക്ക് ദക്ഷിണ വെക്കാൻ വേണ്ടി. ആ ചെവിയിൽ വെക്കുന്ന സാധനത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതാരെങ്കിലും അറിയെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യണേ. അത് നമ്മൾ മൂന്നാറിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ടീച്ചറെ വീട്ടിലോട്ട് എത്തി. ടീച്ചർ ഇതുപോലെ രാവിലെ ടീച്ചർക്ക് 8 മണിയൊക്കെ ആകുമ്പോൾ വേറെ സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ടീച്ചർ നേരത്തെ എഴുന്നേറ്റ് എല്ലാം ഒരുക്കി മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുമ്പോഴേക്ക്. അങ്ങനെ തിരിച്ച് തലയിൽ ഓർണമെൻറ്റ്സും മുഖത്തെ മേക്കപ്പ് മാത്രമാണ് ടീച്ചർ ചെയ്തത്. വീടെത്തിയ ശേഷമാണ് ഞാനന്ന് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത്. ടീച്ചർ പറഞ്ഞു അത്രയും നേരത്തെ ഡ്രസ്സൊന്നും ഇട്ട് വെക്കേണ്ട, 11:30-ക്കൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാം, അപ്പോൾ അത്രയും നേരത്തെ ഇട്ട് വെക്കണ്ടെന്ന് കരുതികൊണ്ട് വീടെത്തി ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തത്. ആദ്യമായിട്ടാണ് അവരുടെ ഈ ഭരതനാട്യത്തിൻ്റെ എല്ലാം കോസ്റ്റ്യൂംസ് ഡ്രസ്സൊക്കെ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. സാധാരണ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ വരുമ്പോൾ നമ്മളൊരു കൈ സഹായം എന്നുള്ള രീതിക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ അവരുടെ കാര്യങ്ങളൊന്ന് കൈവെക്കുന്നല്ലാതെ മൊത്തത്തിൽ അങ്ങനെ ഇട്ട് കൊടുത്ത് ശീലമൊന്നുമില്ല. എന്നാലും കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ പോകാനിറങ്ങാൻ നോക്കുമ്പോഴാണ് അൾട്ടയൊക്കെ ഇട്ടത്. അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ ഓർത്ത് മറന്നുപോയി. അപ്പോഴാണ് ചേട്ടന്മാർ പറഞ്ഞ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഭക്ഷണം കഴിച്ചു. അങ്ങനെ നമ്മൾ ഓട്ടോയിലാണ് പോയത്. കാരണം നമ്മൾ 4 പേരുള്ളത് കൊണ്ട് സ്കൂട്ടിയിൽ പറ്റൂലല്ലോ. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ പോയി. ശരിക്കും പറഞ്ഞാൽ സ്കൂട്ടിയിൽ യാത്ര ചെയ്ത് ഇപ്പോൾ ഓട്ടോയിലെല്ലാം കയറും ഭയങ്കര ഛർദ്ദിക്കാൻ വരുന്നതാണ്. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ചിലങ്കയൊക്കെ കെട്ടിക്കൊടുത്തു. അവിടെ ഭാരത് ഭവനിലായിരുന്നു പ്രോഗ്രാം. അപ്പോൾ ഉദ്ഘാടന ചടങ്ങൊക്കെ രാവിലെ കഴിഞ്ഞായിരുന്നു. കരമന സുധീർ എന്ന് പറയുന്ന ആക്ടറാണ് അന്ന് ഉദ്ഘാടനമൊക്കെ കഴിച്ചത്. അപ്പോൾ നമ്മൾ ആണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എത്തിയത് അവിടെ. 12:30 ആയപ്പോഴേക്കും പ്രോഗ്രാമൊക്കെ തുടങ്ങി. അവൾ അത്യാവശ്യം നല്ലതുപോലെ കളിച്ചു. എല്ലാവർക്കും നല്ല അഭിപ്രായമൊക്കെ ആയിരുന്നു. അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. ഭാരത് ഭവനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ നേരെ വീടെത്തി. ഇനി അവളുടെ ഡ്രസ്സും ഓർണമെൻറ്റ്സൊക്കെ അഴിക്കുന്നതാണ് വലിയൊരു ജോലി. അപ്പോൾ നമ്മുടെ സുഗുവിൻ്റെ സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടത്. ഇനി നമ്മൾ പോയി ഡ്രസ്സൊക്കെ മാറ്റി വരാം കേട്ടോ.